അവസാന ഭാഗം. രചന അവതരണം ദിവ്യരാജ്. ആർത്തലച്ചു പെയ്യുന്ന മഴയുടെ താളത്തിനൊപ്പം മൊബൈലിൽ തൻ്റെ പ്രിയപ്പെട്ട മെലഡി ഗാനങ്ങൾ അവൻ ഉച്ചത്തിൽ വെച്ചു. പാട്ടിൽ ലയിച്ച് പതിയെ ഉറക്കത്തിലേക്ക് നീങ്ങുമ്പോഴും അഗ്നിയുടെ മനസ്സിൽ പ്രാണയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. പിറ്റേന്ന് പതിവിലും രാവിലെ ഉണർന്നവൻ മൊബൈൽ ഓൺ ചെയ്തു സമയം നോക്കുമ്പോൾ 5 മണി. അച്ഛൻ്റെ മരണശേഷം ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തതിൽ പിന്നെ എന്നും അതിരാവിലെ തന്നെ ഉണരുന്നത് ഒരു പതിവായി. ടവലും ഉടുത്തുമാറാനുള്ളതുമായി ബാത്റൂമിൽ പോയി. തിരികെ വന്നതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് നടന്നു. സ്റ്റൗ ഓൺ ചെയ്തു ചായയ്ക്ക് വെള്ളം വെച്ചു. അപ്പോഴേക്കും ശിവദ അവിടേക്ക് വന്നു. ആഹാ, മോനിന്ന് നേരത്തെയാണല്ലോ, പുഞ്ചിരിയോടെ ചോദിച്ചവർ. മറുപടിയും ഒരു പുഞ്ചിരിയായിരുന്നു. ജിത്തു, ശിവദയുടെ ഒച്ച കേട്ട് മുഖമുയർത്തി നോക്കിയവർ. എന്താ അമ്മ? ചായപാത്രത്തിലേക്ക് പാൽ ഒഴിച്ചുകൊണ്ട് അവരെ ഒന്ന് നോക്കി. നീ വിളിച്ചാൽ അവള് വരുവോടാ? അറിയില്ല അമ്മ, പക്ഷേ എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരണം. ഒരുപാട് അനുഭവിച്ചതല്ലേ ഈ 2 വർഷത്തിനിടയിൽ. അവളെ എനിക്ക് തരാൻ കാല് പിടിച്ചു പറഞ്ഞതാ അവളുടെ അച്ഛനോട്. പക്ഷേ അയാളുടെ ഒടുക്കലത്തെ വാശി. സ്വത്ത് വകകൾ അന്യൻ്റെ കയ്യിലായി പോകുമെന്ന് പേടിയായിരുന്നു അയാൾക്ക്. അവളെ കുഞ്ഞുനാള് മുതൽ അറിയുന്നവനാത്രേ അനന്തൻ. എന്നിട്ട് എന്തായി? കണ്ടില്ലേ അവളുടെ ജീവിതം കൂടി നശിപ്പിച്ചത്? നിറകണ്ണുകൾ തുടച്ചവൻ. ഇപ്പോൾ ആരോഗ്യം ക്ഷയിച്ച് കിടപ്പ് രോഗിയായപ്പോഴാണ് അയാൾക്ക് ബോധം വന്നത്. ഉടനെ മോളെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് എന്താ പ്രയോജനം? തളർന്നു കിടക്കുന്ന അയാളെയും അന്ധയായ മോളെയും നോക്കാൻ മരുമക്കൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞുത്രേ. അതാ എൻ്റെ പ്രാണയെ എല്ലാവരും കൂടി അനാഥാലയത്തിലേക്ക് പതർച്ചയോടെ പറഞ്ഞുകൊണ്ട് ചായ 2 ഗ്ലാസ്സുകളിലേക്ക് പകർത്തി. ഒരു ഗ്ലാസ് എടുത്ത് ശിവതയ്ക്ക് നേരെ നീട്ടി. മറ്റേ ഗ്ലാസ് ചുണ്ടോട് ചേർത്തുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നിരുന്ന് പത്രവായനയും തുടങ്ങി. ജീവയ്ക്കൊപ്പം സാരംഗിയിലേക്ക് തിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. പ്രാണ താൻ വിളിച്ചാൽ വരാൻ മനസ്സ് കാട്ടുമോ എന്നതായിരുന്നു അവൻ്റെ സംശയം. ഇനിയും അവളുടെ ദുരിതം കാണാൻ വയ്യ. കൊണ്ടുവരണം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയായിരുന്നവൻ. ഡാ ജീവ, ഞാൻ വിളിച്ച അവൾ വരുമോടാ? നെറ്റി ഒഴിഞ്ഞുകൊണ്ട് കാർ ഡ്രൈവ് ചെയ്യുന്നവനെ നോക്കിയവൻ. അറിയില്ല, മാനസികമായി അവളാകെ തകർന്നിരിപ്പുണ്ടാവും. പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ല. അഥവാ ഒരു തല്ലെങ്ങാനും തന്നാൽ അത് വാങ്ങി വെച്ചേക്കണം, ചിരിയോടെ പറഞ്ഞു ജീവ. അതിന് മറുപടിയായി അവനും പുഞ്ചിരിച്ചു. ചിലപ്പോൾ തോന്നാറുണ്ട് ജീവ, ആരും അറിയാതെ അന്ന് അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ചുണ്ടു ഓടിച്ച് സ്വയം പുച്ഛത്തോടെ ചിരിച്ചവൻ. ആ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്നല്ലേ പറയുന്നേ? അല്ല, അവളെ തിരികെ കൊണ്ടുവന്നിട്ട് എന്താ നിന്റെ പ്ലാൻ? ജീവ അഗ്നിയെ നോക്കി. അവൾക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും താലി കെട്ടി എൻ്റേതാക്കണം. പിന്നെ എന്താ ഒരു പിന്നെ? ജീവ കണ്ണുകൾ കുറിപ്പിച്ചു നോക്കി. അടുത്തയാഴ്ച ആകാശ് ലണ്ടനിൽ നിന്ന് വരും. അവൻ അവിടുത്തെ പേര് കേട്ട ഐ സ്പെഷ്യലിസ്റ്റാ. പ്രാണയെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിലോ? നിനക്കറിയാലോ, അവളുടെ അച്ഛനും ഏട്ടന്മാർക്കും അവൾ എന്നും ഒരു ബാധ്യത തന്നെയായിരുന്നു. കുഞ്ഞുനാളിലെ അവളെ ഏതോ ഡോക്ടറെ കാണിച്ചത്രേ. ഓപ്പറേഷൻ ചെയ്താൽ കാഴ്ച കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുമാ. ലക്ഷങ്ങൾ ചിലവ് വരുമെന്ന് കേട്ട് അവരാരും അതിന് പിന്നാലെ പോയില്ലാത്രേ. പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് നിശ്വസിച്ചവൻ. ഈ സമയം അവരുടെ കാർ സാരംഗിയുടെ ഗേറ്റിനടുത്തായി എത്തി. ഗേറ്റിനകത്തും പുറത്തുമായി കൂടി നിൽക്കുന്ന ആൾക്കാരെ കണ്ടതും അഗ്നിയുടെ ഉള്ളൊന്ന് കാളി. ജീവ, എന്താടാ ഇവിടെ ഒരു ആൾക്കൂട്ടം? പരിഭ്രമത്തോടെ പുറത്തേക്ക് ഉറ്റുനോക്കിയവൻ. അറിയില്ലടാ, ഇനി ആ കാർന്നവരെങ്ങാനും? ചെറിയ പരിഭ്രമത്തോടെ പറഞ്ഞു ജീവ. ഈ സമയം അകത്തു നിന്നും പുറത്തേക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസിനെ കണ്ട് ഭയത്തോടെ ചുറ്റും നോക്കിയവർ. ആർക്കും ഒന്നും വരുത്തരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ചേട്ടാ, എന്താ ഇവിടെ പ്രശ്നം? ആംബുലൻസ് ഒക്കെ പോകുന്നത് കണ്ടല്ലോ. ജീവ കാർ നിർത്തി അവിടെ നിന്ന് ഒരാളോട് തിരക്കി. അതോ, ആ കണ്ണുപൊട്ടി പെണ്ണില്ലേ? അത് ആത്മഹത്യക്ക് ശ്രമിച്ചുന്ന്. മൂട്ടുപുഴുവിനുള്ള ഗുളിക എടുത്ത് കഴിച്ചു എന്നാ കേട്ടത്. ചെറിയൊരു പതപ്പ് മാത്രമേ ഉള്ളെന്നാ, മരിച്ചെന്നൊക്കെയാ പറയണത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക ഇപ്പം. അയാളുടെ നാവിൽ നിന്ന് കേട്ട വാർത്തയിൽ വിറങ്ങലിച്ചിരുന്നു പോയി അഗ്നി. കയ്യെത്തിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ തനിക്ക് ചെന്നെത്താ ദൂരത്തേക്ക് അവൾ കൈവിട്ടു പോകുമോ എന്നവൻ ഭയന്നു. ഏത് ഹോസ്പിറ്റലിലാണ് ചേട്ടാ കൊണ്ടുപോയത്? വിറയോടെ ജീവ ചോദിച്ചത് അഗ്നിയുടെ കാതുകളിൽ അവ്യക്തമായി പതിച്ചു. ജീവ വേഗം കാർ തിരിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിന് പുറത്ത് വെച്ച് പ്രാണയുടെ ചേട്ടനെ കണ്ട് ജീവ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും പ്രാണയുടെ ആയുസിനു വേണ്ടി നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചു അഗ്നി. ജിത്തു, പ്രാണ ഐസിയുല, വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം പറഞ്ഞുകൊണ്ട് ജീവ മുന്നോട്ട് പാഞ്ഞു. കാലടികൾ ഇടറുന്നത് അഗ്നി അറിഞ്ഞു. ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. തൻ്റെ പ്രാണനായവളെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവനിൽ വേദനയുണ്ടാക്കി. നെഞ്ചു പറിച്ചെടുക്കുന്ന പ്രാണവേദന. കണ്ണുകൾ ധാരധാരയെ ഒഴുകുന്നത് പോലും അറിയാതവൻ മുന്നോട്ട് പാഞ്ഞു. ICUവിന് പുറത്ത് നിൽക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു. ICUവിൻ്റെ ഡോറിന് മുന്നിൽ നിന്ന് ഒരു തവണ അകത്തേക്ക് നോക്കി. ബെഡിൽ കണ്ണുകൾ അടച്ചു കിടപ്പുണ്ടവൾ. പ്രാണവായുവിനായി ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്.
ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി അഗ്നിക്ക്. ശരീരം തളരുന്നത് അവനറിഞ്ഞു. ഒരു താങ്ങിനെന്നോണം ജീവയുടെ തോളിൽ പിടിച്ചു. നീണ്ട നേരത്തെ കാത്തിരിപ്പിടിനൊടുവിൽ ICUവിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ഡോക്ടറിനടുത്തേക്ക് പ്രദീപിനൊപ്പം അഗ്നിയുടെയും ജീവയുടെയും കാലുകൾ പാഞ്ഞു. ഡോക്ടർ, പ്രാണയ്ക്കിപ്പോ? പ്രദീപിൽ നിന്നും ഉയർന്ന ചോദ്യത്തിനുള്ള മറുപടിക്കായി അവർ കാതോർത്തു, വർദ്ധിച്ച ഹൃദയമെടുപ്പോടെ. പേടിക്കാനൊന്നുമില്ല, അപകട നിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. അഗ്നിക്കത് ജീവിതത്തിൽ ഇന്നേ വരെ കേട്ടതിൽ വച്ച് വിലപ്പെട്ട വാക്കുകളായിരുന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ച് തൻ്റെ മുന്നിൽ പ്രാണയ്ക്കായി കാത്തു നിൽക്കുന്നവനെ കണ്ടില്ലാന്ന് നടിക്കാൻ പ്രദീപിനായില്ല. അടുത്തേക്ക് വന്നുകൊണ്ട് തോളിൽ കൈ ചേർത്തു. ഇപ്പോഴും അവളോടുള്ള നിന്റെ ഭ്രാന്തമായ പ്രണയം ഹൃദയത്തിൽ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവളെ ഒരു ഭാരമായി കരുതുന്നവരുടെ ഇടയിൽ നിന്നും നിനക്ക് കൊണ്ടുപോയിക്കൂടെ? കേഴുകയായിരുന്നു പ്രദീപിൻ്റെ കണ്ണുകൾ. നിറഞ്ഞ പുഞ്ചിരി മാത്രമായിരുന്നു അഗ്നിയുടെ മറുപടി. കൊണ്ടുപൊയ്ക്കോട്ടെ എൻ്റെ പ്രാണനെ, പൊന്നുപോലെ പോറ്റാം. ഇടനെഞ്ചിൽ അവസാനമെടുപ്പും അകലുന്നതുവരെ കാവലിരുന്നോളാം. പ്രദീപിൻ്റെ കരം കവർന്നുകൊണ്ട് അഗ്നി ചോദിച്ചു. പ്രാണയ്ക്ക് ബോധം വീണിട്ടുണ്ട്, കയറി കാണേണ്ടവർ കണ്ടോളൂ. ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന നഴ്സിൻ്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും തിരിഞ്ഞു നോക്കി. പൊയ്ക്കോ, നിന്റെ പ്രാണനെ ചേർത്ത് പിടിച്ചു. അറിയാം, പ്രാണയുടെ പ്രണയവും പ്രാണനും അഗ്നിയാണെന്ന്. പ്രദീപ് നിറഞ്ഞ മിഴികളോടെ സമ്മതം അറിയിക്കുമ്പോഴും ഒരിക്കൽ അവരെ അകറ്റിയതോർത്ത് വല്ലാതെ പിടയുകയായിരുന്നു അയാൾ. ബെഡിൽ തണ്ടൊടിഞ്ഞ താമരമൊട്ട് പോലെ തളർന്നു കിടന്നവളെ കൊതിതീരെ നോക്കി നിന്നു അഗ്നി. അവൾ ഓരോ അടി വയ്ക്കുമ്പോഴും ഇടറുന്നുണ്ടായിരുന്നു അവൻ്റെ കാലുകൾ. കണ്ണുകൾ തുറന്ന് കിടപ്പുണ്ടവൾ. അടുത്തേക്ക് ശബ്ദമേതുമില്ലാതെ കടന്നു പോയവൻ കാറ്റിനെ പോലെ. അഗ്നി! അവളുടെ നാവിൽ നിന്നും ആ പേര് കേട്ടതും വിശ്വസിക്കാനാവാതെ സ്തംഭിച്ചു നിന്നു പോയവൻ. അഗ്നി! വീണ്ടും വിളിച്ചുകൊണ്ട് ചുറ്റും കൈകൾ കൊണ്ട് പരതി ബെഡിൽ കൈകുത്തി എഴുന്നേൽക്കാൻ തുടങ്ങിയവളെ ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ചവൻ. പ്രാണ, ഞാനാണെന്ന് എങ്ങനെ? ആശ്ചര്യം നിറഞ്ഞു അവൻ്റെ കണ്ണുകളിലും വാക്കുകളിലും. അവളുടെ മറുപടിക്കായി കാത്തു അവൻ്റെ കാതുകൾ. നിങ്ങളുടെ ഹൃദയമിടിപ്പ്, നിങ്ങളുടെ ഗന്ധം, പ്രാണൻ എന്നിൽ നിന്നും വേർപെടുന്ന നിമിഷം വരെ മറക്കില്ല ഞാൻ. അവളുടെ ആ മറുപടി കേട്ട് തറഞ്ഞു നിന്നുപോയി അഗ്നി. ഇത്രമാത്രം എങ്ങനെ കൃത്യമായി അറിയാൻ കഴിയുന്നു പെണ്ണെ? നേർത്തുപോയി അവൻ്റെ സ്വരം. ഹൃദയം മുഴുവൻ നീയാണ് അഗ്നി. അന്നും ഇന്നും മറ്റൊരു പുരുഷനിടം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. അനന്തേട്ടൻ എന്നെ വിവാഹം ചെയ്തെങ്കിലും നിന്നെ മാത്രം പേറി എൻ്റെ ഹൃദയം കൈയടക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാവാം 2 വർഷം നിന്റെ പേരും പറഞ്ഞ് എൻ്റെ വാക്കുകളാൽ കുത്തി നോവിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തത്. എൻ്റെ ഈ ശരീരത്തെ അയാൾ കീഴ്പ്പെടുത്തി ആ ദിവസം പ്രാണ മരിച്ചു അഗ്നി. അഗ്നിയുടെ പെണ്ണായി തന്നെ. ഇനി നിനക്ക് ഞാൻ ചേരില്ല അഗ്നി. അന്യനായി അവൻ ചവച്ചു തുപ്പിയ വെറുമൊരു ചണ്ടി. അവനും അടുത്തപ്പോൾ വലിച്ചെറിഞ്ഞ വെറുമൊരു പാഴ്വസ്തു. അതാണ് നിന്റെ ഈ പ്രാണ. ഇപ്പോൾ മരിക്കാൻ ഭയമായിരുന്നു, പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണെന്ന് തോന്നിയതും മരണഭയം എന്നെ വിട്ടകന്നു. മരണത്തെ ഓരോ നിമിഷവും ഞാൻ പ്രണയിച്ചു, പക്ഷെ അവിടെയും വിധി എന്നെ തോൽപ്പിച്ചു. കിതപ്പോടെ പറയുന്നവളെ ഒരു നിമിഷം ഉറ്റുനോക്കിയവൻ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചതും കുതറി മാറാൻ നോക്കിയ പെണ്ണ്. വേണ്ട അഗ്നി, ഇനിയും മറ്റൊരാൾക്ക് കൂടി ഭാരമാകാൻ എനിക്ക് വയ്യ. നിറ കണ്ണുകൾ തുടച്ചു നീക്കി വാശിയോടെ പറഞ്ഞവൾ. നീ എനിക്ക് ഭാരമല്ല പ്രാണ, എൻ്റെ ജീവിതമാണ്. ഒരുപാട് ആഗ്രഹിച്ചു പോയി നീ ഒത്തുമുള്ള ആ ജീവിതം. പോന്നൂടെ നിറങ്ങളും സ്വപ്നങ്ങളും മാത്രമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക്? നിന്നിൽ നിന്നും ഒരു മോചനം എനിക്കുണ്ടാവില്ല പ്രാണ, ഇനി ഒരിക്കലും. അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇനിയുള്ള എൻ്റെ ഓരോ പുലരിയും പിറക്കേണ്ടത് നിന്നെ കണി കണ്ടുകൊണ്ടാവണം. ഓരോ ദിവസവും അവസാനിക്കേണ്ടത് നീയാം പ്രണയത്തെ നെഞ്ചോരം അണച്ചു പിടിച്ചുകൊണ്ടാവണം. ഈ ലോകത്തിൽ മറ്റൊരു ശക്തിക്കും നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ കഴിയില്ല, മരണത്തിനല്ലാതെ. അവൻ്റെ വാക്കുകളിൽ അപ്പോഴും നിറഞ്ഞു നിന്നത് അവളോടുള്ള ഭ്രാന്തമായ പ്രണയമായിരുന്നു. കൈക്കുമ്പിളിൽ അവളുടെ മുഖം കോരിയെടുത്ത് നെറുകിൽ ചുംബിച്ചു അഗ്നി. അവൻ്റെ പ്രണയ സമ്മാനം നെറുകിൽ ഏറ്റുവാങ്ങിയപ്പോഴും കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്നു പ്രാണ. ഹോസ്പിറ്റലിൽ നിന്നും തിരികെയുള്ള യാത്രയിൽ അവൻ്റെ ഇടനെഞ്ചിൻ ചൂടിൽ അവൾ ഉണ്ടായിരുന്നു പ്രാണ. നിറങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ലോകത്തേക്ക് അവൻ അവളെ കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകളിലൂടെ അവളുടെ കണ്ണുകളായി മാറിയവൻ തമസാം നോവിൽ നിന്നും അവളെ വെളിച്ചത്തിലേക്ക് നയിച്ചു. അവൻ കാഴ്ച എന്ന മാസ്മരിക അനുഭവത്തിലേക്ക് അവൻ അവളെ കൈപിടിച്ച് കയറ്റി. ആദ്യമായി അവൾ കണ്ടു അവളുടെ പ്രാണനെ, അഗ്നിയെ. പ്രണയത്തിൻ്റെ, ത്യാഗത്തിൻ്റെ മറ്റൊരു പര്യായം അഗ്നി. തനിക്ക് വേണ്ടി കാത്തിരുന്നവൻ, അവൻ്റെ പ്രണയം കൊണ്ട് തന്നെ മരണത്തിൽ നിന്നും വീണ്ടെടുത്തവൻ. ഇനിയുള്ള ഓരോ നിമിഷവും അഗ്നി എന്ന തൻ്റെ പ്രാണനിൽ അലിഞ്ഞുകൊണ്ട് പ്രണയാഗ്നിയായി മാറണം തനിക്ക്. അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങിക്കൊണ്ട് നെഞ്ചോരം കുറുകിച്ചേർന്നു പ്രാണ. അഗ്നിയുടെ പ്രണയച്ചൂടിൽ നിന്നും മുങ്ങി നിവരാനായി അവളുടെ യാത്ര തുടങ്ങി. പ്രാണാഗ്നി അവസാനിച്ചു. ഒരു കുഞ്ഞു പ്രണയകഥ. അത് എത്രമാത്രം നന്നായി എന്നറിയില്ല, അഭിപ്രായങ്ങൾ പറയണേ. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റാണ്. പുതിയൊരു കഥയുമായി വരാം. പാർവതി പരിണയം.
എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുമെന്ന് വിശ്വാസത്തോടെ. താങ്ക്